വളർന്നു വരുന്ന തലമുറയ്ക്ക് കരുതലാകുന്ന പ്രവർത്തികളിലൂടെ പൊതുപ്രവർത്തകർക്ക് മാതൃകയായി മാറിയിരിക്കുന്ന നിഷ സുനീഷിനെയാണ് നമ്മൾ ഇനി ഷീ മാറ്റേഴ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. കൊല്ലം ചവറ സ്വദേശി നിഷ കുടുംബശ്രീയുടെ പോഷകാഹാര യൂണിറ്റിന്റെ അംഗമായിരുന്നു. ഇന്ന് ബ്ലോക്ക് ഡിവിഷൻ അംഗമാണ്. ഒപ്പം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയാണ്. നിഷയുടെ വിശേഷങ്ങളിലേക്ക്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 14 വർഷമായി. ഞാൻ ഇതിൻ്റെ സെക്രട്ടറി ആയാണ് ജോലി ചെയ്യുന്നത്. സെക്രട്ടറിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വടക്കുംതല ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുവാൻ ഒരു അവസരം കിട്ടിയത്. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കൊണ്ടും എനിക്ക് വിജയിക്കാൻ സാധിച്ചു. ഈ സ്ഥാപനം എൻ്റെ വിജയത്തിന് ഒരു ഘടകമാണ്. ഈ സ്ഥാപനമാണ് ഞങ്ങളുടെ വിജയത്തിന് എല്ലാം മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറി ആയിട്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആദ്യമായി തുടങ്ങിയത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിയായി വീണ്ടും ഇലക്ഷനിലൂടെ മത്സരിച്ച് കൊല്ലം ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എനിക്ക് വടക്കുംതല ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കാൻ പറ്റിയത്. യു ഡി എഫ് രാഷ്ട്രീയ കക്ഷിയിൽ നിന്നാണ് ഞാൻ മത്സരിച്ചത്. എൻ്റെ പാർട്ടി പ്രവർത്തകരെല്ലാം എൻ്റെ കൂടെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഞങ്ങൾ യൂണിറ്റ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ലോൺ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ലോൺ ലഭിച്ചത്. 6,60,000 രൂപയായിരുന്നു മൊത്തം ഞങ്ങളുടെ പ്രോജക്റ്റ്. അതിൽ 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തന്നു. ബാക്കി പൈസ ഞങ്ങൾ ലോൺ തിരികെ അടച്ചു. പിന്നെ ഞങ്ങൾ രാവിലെ 9:30 ഇവിടെ ജോലിക്ക് വരും. ജോലിക്ക് വന്നതിന് ശേഷം ആദ്യം എല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ജോലിക്ക് കയറി ആദ്യം ഗോതമ്പ് കഴുകി ഉണക്കുകയാണ് ഞങ്ങളുടെ ജോലി. ഗോതമ്പ് കഴുകി ഉണക്കിയതിന് ശേഷം ആ ഗോതമ്പ് വറുക്കും. ആ ഗോതമ്പ് വറുത്തതിന് ശേഷം കടല, കപ്പലേണ്ടി, പിന്നെ സോയാ ചങ്ക്സ് എന്നീ സാധനങ്ങളുണ്ട്. കടലയും കപ്പലേണ്ടിയും പച്ചയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ വറുത്തെടുക്കും. വറുത്തെടുത്തിട്ട് കടല, കപ്പലണ്ടി, സോയാ ചങ്ക്സ്, പഞ്ചസാര, ഗോതമ്പ് എന്നീ 5 ഐറ്റംസ് ഉണ്ട്. ഈ 5 ഐറ്റംസും കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ പൊടിക്കും. പൊടിച്ചതിന് ശേഷം ആ പൊടി കൂളിംഗ് ട്രേയിൽ കൊണ്ടിട്ട് ഞങ്ങൾ നല്ലതുപോലെ തണുപ്പിച്ച് ആ പൊടി അവിടുന്ന് എടുത്ത് അരിക്കും. അരിച്ചതിന് ശേഷം സിഫ്റ്ററിലാണ് ഞങ്ങൾ അരിക്കുന്നത്. അരിച്ചതിന് ശേഷം ഇത് കൊണ്ടുവന്ന് ബ്ലെൻഡറിലിടും. ബ്ലെൻഡറിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അരിക്കും. അരിച്ചതിന് ശേഷം ഇത് കൂളിംഗ് ട്രേ കൊണ്ടിട്ട് പാക്ക് ചെയ്ത് 500 കിലോ, 1/2 കിലോയുടെ പാക്കറ്റ് വീതമാണ്. 1/2 കിലോ വീതം ഒരു കവറിലാക്കി പാക്കറ്റിലാക്കി അത് വലിയ പാക്കറ്റിലാക്കി ഒരു പാക്കറ്റിനകത്ത് 50 എണ്ണം അങ്ങനെയാണ് കൊടുക്കുന്നത്. മാസം 20,000 കിലോ പൊടിയാണ് ഞങ്ങൾ കൊല്ലം ജില്ലയിലെ അംഗൻവാടികളിൽ വിതരണം ചെയ്യുന്നത്. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അമ്മ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. ഞാൻ ഒരു മകളെ ഉള്ളായിരുന്നു. അമ്മ കഷ്ടപ്പെട്ടാണ് എന്നെ വിവാഹം അയപ്പിച്ചതും. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന വീടും സ്ഥലവും എല്ലാം വിറ്റു. പിന്നെ എൻ്റെ ഭർത്താവും ഞാനും കൂടി കഷ്ടപ്പെട്ടാണ് ഒരു വീടും സ്ഥലവും ഞങ്ങൾക്കുണ്ടാക്കിയത്. ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്, മത്സ്യത്തൊഴിലാളിയും കൂടാണ്. അപ്പം എൻ്റെയും ഭർത്താവിൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. 2 കുട്ടികളാണുള്ളത്. മൂത്ത മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കരുനാഗപ്പള്ളി ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. മകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിന്നെ അമ്മയും എൻ്റെ കൂടെ ഉണ്ട്. ഒരു മകളായതുകൊണ്ട് അമ്മയെ നോക്കാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് അമ്മയും ഞാൻ കൊണ്ടുവന്നു. അമ്മ ഇപ്പം എൻ്റെ കൂടെ കുട്ടികളെയും നോക്കി. ഞാൻ പൊതുകാര്യങ്ങളിൽ ഇറങ്ങുമ്പോൾ വീട്ടിലൊരാൾ വേണ്ടേ, അതിന് അമ്മ കുട്ടികളെയും നോക്കി വീട്ടിൽ നിൽക്കുകയാണ്. ഭർത്താവ് എൻ്റെ കൂടെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായാലും പൊതുജനങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യത്തിനായാലും ഭർത്താവ് എൻ്റെ കൂടെ നല്ല സഹായമായി എപ്പോഴും കൂടെയുണ്ട്. ഭർത്താവിൻ്റെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു രംഗത്ത് ഇറങ്ങാൻ സാധിച്ചത്.